നമ്മുടെ ഇന്ത്യ ഒരു മഹാരാജ്യം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ മഹാരാജ്യത്തിന് ഇത്രയും ജനസംഖ്യ എന്തിനാണ്? ഇപ്പം പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അന്ന് ഒരു ഫാമിലി പ്ലാനിങ് അത് ഫോഴ്സിബിളായിട്ട് അവർ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ നിഷേധിക്കാനൊക്കത്തില്ല. പക്ഷെ ആ ഒരു കാലത്ത് ജനസംഖ്യ കുറച്ച് കുറഞ്ഞു. പക്ഷേ അത് ആളുടെ പ്രതിഷേധം കൊണ്ടും ഇതൊക്കെ കൊണ്ട് അവർ ചെയ്യിച്ച് അത് അവർ അധികാര വിനിയോഗം തന്നെയാണ് ചെയ്തത്. അത് എല്ലാ പാർട്ടികളും സമ്മതിക്കുന്നതുമാണ്. പക്ഷേ ഒരു രാജ്യത്തിന് ഈ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അതൊരു ഹെൽത്തി ആയിരിക്കണം. അതായത് ഹെൽത്തി പീപ്പിൾ ക്യാൻ മേക്ക് എ ഹെൽത്തി ഡിസിഷൻ. അതുപോലെ ഹെൽത്തി പീപ്പിൾ ക്യാൻ മേക്ക് എ ഹെൽത്തി നേഷൻ. ഈ ഹെൽത്തി നേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും ജനസംഖ്യയുടെ ആവശ്യമില്ല. അത് നമ്മുടെ ഇന്ത്യ എല്ലാത്തിനും മുന്നിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പട്ടിണി മരണത്തിന് ഏറ്റവും 3-ാമത്തെ സ്ഥാനം നമുക്ക് കിട്ടി. പിന്നെ ജനസംഖ്യയിൽ നമ്മൾ 1-ാമത്തെ സ്ഥാനമാണ്. ഈ ആളുകൾ എന്ത് കുടിക്കുന്നു, എന്ത് ജീവിത സൗകര്യങ്ങളുണ്ട്, കിടക്കാൻ ഇടമുണ്ടോ, ഉടുക്കാൻ വസ്ത്രമുണ്ടോ, കഴിക്കാൻ ഭക്ഷണമുണ്ടോ, വെള്ളമുണ്ടോ, ഇതാരും ഒരു ഭരണാധികാരിയും ചിന്തിക്കാറില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ അറിവില്ലായ്മയെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് അവർക്ക് അറിവില്ലായ്മ വന്നു? ഇന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്നത് ചൈനയാണ്. ഇപ്പോൾ ചൈന സെക്കൻഡായി, നമ്മൾ ഫസ്റ്റായി. ഇപ്പോൾ ചൈനയുടെ ജനസംഖ്യ ഉണ്ടെങ്കിൽ തന്നെ അവർ ആ ജനസംഖ്യയെ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചൈനയെ നേരിട്ട് പോയിട്ടുള്ളതാണ്. ചൈന എങ്ങനെ കൺട്രോൾ ചെയ്തു? അതായത് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരാളിന് ഒരാൾ. പണ്ട് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു, വാക്യം ഉണ്ടായിരുന്നു, നമുക്ക് 2 നമ്മൾ 2. അപ്പോൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും 2 കൊച്ചുങ്ങൾ. ഇതിപ്പോൾ പന്നി കുഞ്ഞുങ്ങളെപ്പോലാണ് ഓരോ വീടുകളിലും കൊച്ചുങ്ങൾ കിടക്കുന്നത്, കഷ്ടപ്പെടുന്നത്. ഈ പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണം കിട്ടുന്ന പന്നിക്കാണ്. ഒരു പ്രസവത്തിൽ തന്നെ 10ഉം 15ഉം ഒക്കെ വരും. ഈ പാവപ്പെട്ട പെണ്ണുങ്ങളൊന്നും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ഇവിടുത്തെ ആളുകൾ. കാരണം നിയമമൊന്നുമില്ല. അവർക്ക് എത്ര കുട്ടികളെ വേണമെങ്കിലും ഉണ്ടാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഈ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഗതി അവർക്കില്ല. അവരുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ എൻ്റർടൈൻമെൻറ്റാണ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവരിപ്പം രാവിലെ അവൻ ജോലിക്ക് പോന്നു, വൈകിട്ട് അവന് മദ്യപാനം കഴിഞ്ഞ് വരും, പിന്നെ ആ പെണ്ണുമായിട്ട് കിടക്കുക എന്നുള്ളതല്ല, വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. അവനൊരു കളിക്ക് പോയി ശരിക്ക് പോയി അതങ്ങനെ സോഷ്യൽ യാതൊന്നും നമുക്കില്ല. അപ്പോൾ പക്ഷേ ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ അവർ കൺട്രോൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മളീ പറയുന്നത് പോലെ അല്ല, നമ്മൾ ചൈനയിൽ പോകുമ്പോഴത്തേക്ക് മാത്രമേ അവരുടെ ആ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ ചൈനയുടെ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാ ആളുകൾക്കും താമസിക്കാൻ സ്ഥലമുണ്ട്. ആരും അവിടെ പട്ടിണി കിടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ചൈനയാണ്. ഈ ചൈനീസ് പ്രോഡക്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ ലോകത്തെങ്ങുമില്ല. എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യക്ക് അതൊരു മാതൃകയാക്കി എടുത്തുകൂടാ? ചൈന ഭരണാധികാരികൾ പട്ടാള ഭരണമാണ്, അത് മറ്റൊരു കാര്യം. പക്ഷെ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം അവർ കൊടുക്കത്തില്ല. പണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ഇപ്പോൾ വളരെ ലിബറലായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനയിൽ തന്നെ സ്വകാര്യ സ്വത്ത് അവർക്ക് പാടില്ലെന്നാണ്. എന്നാൽ തന്നെ ചൈന കോടീശ്വരന്മാരുണ്ട്. ആ കോടീശ്വരന്മാരിപ്പം മറ്റ് രാജ്യങ്ങളിലേക്ക് ഇമിഗ്രൻ്റായിട്ട് പോകുന്നുമുണ്ട്. അമേരിക്കയിൽ പോകുന്നുണ്ട്, യൂറോപ്പിൽ പോകുന്നുണ്ട്, മറ്റ് ഡെവലപ്പ് കൺട്രീസ് എല്ലാം പോകുന്നുണ്ട്. പിന്നെ നല്ലൊരു ശതമാനം ഇന്ത്യയിലും വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത് സാധിക്കുന്നില്ല? ഇപ്പോൾ ഒരു കുടുംബത്തിൽ 2 പേരെ ഒരു കുട്ടി ഒന്നല്ലെങ്കിൽ 2 കുട്ടി പോരെ. ഇത് ഇപ്പം തന്നെ എത്ര കോടിക്കണക്കിനാണുള്ളത്. ഇതിനി 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വരുന്നത് അൺഹെൽത്തി പീപ്പിളാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ 1-2 കുട്ടികളാണെങ്കിൽ അവർക്ക് നമുക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കാം, ആഹാരം കൊടുക്കാം, എല്ലാം കഷ്ടിച്ചാണെങ്കിലും എന്തെങ്കിലും ചെയ്യാം. ആ സ്ഥാനത്ത് 5-6 കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷേ അതിന് നമുക്ക് റിലിജിയൻസും ചിലവുണ്ട്. റിലിജിയനായിട്ട് ഞാൻ പോകുന്നില്ല. അല്ലെങ്കിൽ റിലിജിയൻസ് പറയുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ കുട്ടികളുണ്ടാവും, ദൈവം തരുന്നതാണ്. ദൈവം തരുന്നതൊക്കെ തന്നെ ഇതെല്ലാം ദൈവം പ്രകൃതി തരുന്നതാണല്ലോ.
പക്ഷേ എന്നിട്ട് ഈ കുട്ടികളായിട്ട് കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഈ കുട്ടികൾ 5 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് സമയത്തിന് ആഹാരമില്ല, പിന്നെ വസ്ത്രമില്ല, വെള്ളമില്ല, എഡ്യൂക്കേഷനില്ല, ഒന്നുമില്ല. ഒരു അൺഹെൽത്തി അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി പോപ്പുലേഷനാണ് നമ്മുടെ ഇന്ത്യയിലെ ഭരണാധികാരികൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്, അറിയാൻ വയ്യാത്തതല്ല. എന്തുകൊണ്ട് അവർക്കൊരു നിയന്ത്രണം വെച്ചുകൂടാ? അതിപ്പോൾ നമ്മൾ രാജ്യമോ മതമോ അങ്ങനെ റിലീജിയനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം പിന്നെ ഇന്ത്യ ജനിച്ചിട്ടുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാ റൈറ്റും ഉള്ളതാണ്. എല്ലാവർക്കും ഒരേ റൈറ്റാണ് ലഭിക്കും, ആണായാലും പെണ്ണായാലും ഏത് റിലിജിയനായാലും. അതുകൊണ്ട് റിലിജിയനെ നമുക്ക് ഈ പോപ്പുലേഷനിൽ കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ നമ്മളറിയാതെ തന്നെ ഈ പോപ്പുലേഷൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫുഡ് അഡൾട്രേഷൻ, ഇപ്പോൾ ഒരു പിന്നെ കുട്ടികൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് ഒരു ഫുഡ് കൊടുക്കാം, ആരും ചോദിക്കാനും പറയാനും ഇല്ല. കുറേ നാൾ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം. ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല, ആർക്കും നിഷേധിക്കാവുന്നതല്ല. ഇതിന് പ്രത്യേക കണക്കുകളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ അതിന് കണക്ക് എടുക്കാറുമില്ല, അത് ചെയ്യാറുമില്ല. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പോപ്പുലേഷൻ കൂടും, ജനത്തിൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കും, ആരോഗ്യമില്ലാതാവും. ആരോഗ്യമില്ലെങ്കിൽ ഒരു ജനതയെ കൊണ്ട് എന്ത് പ്രയോജനം? അതേസമയം നമ്മുടെ ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാര്യമാണിത്. ഇതിന് നമ്മളിങ്ങനെ ഒരു ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാം ഇതിന് സപ്പോർട്ട് ചെയ്യേണ്ട അത്യാവശ്യ കാര്യമാണ്. ഇനി നമ്മൾ ജനസംഖ്യ ആര് കഴിക്കഴിഞ്ഞാലും ഈ കൂടുന്തോറും ഈ പ്രോബ്ലംസ് കൂടും, രാജ്യം നശിക്കുക തന്നെ ചെയ്യും. കാരണം അതായത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ബർഡൻ ടു ഹിംസെൽഫ് അല്ലെങ്കിൽ ഹേർ സെൽഫ്, അവർ തന്നെ ഒരു ബർഡനാണ്. പിന്നെ ബർഡൻ ടു ദ ഫാമിലി, കുടുംബത്തിനും ആരോഗ്യമില്ലാത്തതിനെ കൊണ്ട് എന്ത് പ്രയോജനം? രാജ്യത്തിനും അതുപോലെ തന്നെ. അതുകൊണ്ട് നമ്മൾ ഈ ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട ഈ ആവശ്യമില്ലാത്ത ഈ ജീവിതം അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ജീവിതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജനസംഖ്യയെ എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്ന അത്രയും നല്ലതാണ്. ഇപ്പോൾ ഭരിക്കും ഇറങ്ങിപ്പോവും, അടുത്ത് വേറെ വരും, അത് ഇറങ്ങിപ്പോവും. കാരണം നമ്മളിത് ഏറ്റവും പ്രധാനം ഈ ഹെൽത്ത് അതോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിലായാലും സ്റ്റേറ്റ് എല്ലാ അതോറിറ്റീസും എല്ലാ രാഷ്ട്രീയക്കാരെയും ഇത് ബോധവൽക്കരിക്കണം. അതാണ് വേണ്ടത്. കാരണം എവറിത്തിങ് ഈസ് കൺട്രോൾ ബൈ പോളിറ്റിക്സ്. എല്ലാം പോളിറ്റിക്സാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പൊളിറ്റീഷ്യൻസാണ് തീരുമാനിക്കുന്നത് ഒരാൾക്ക് എത്ര കൊച്ചുങ്ങളുണ്ടാവണം, ഉണ്ടായിക്കൂടാ, എന്ത് കഴിക്കണം, കുടിക്കണം, ഇതെല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ഒരു അറുതി വന്നിട്ട് ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്തകൾ വേണം. അപ്പോൾ മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വരണം. ഈ പഴയ കാലത്ത് നമ്മൾ ഈ കാട്ടിൽ താമസിച്ച ആളുകൾ പറയും, അവർക്ക് അതിന് സ്വന്തമായിട്ട് ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ രീതിയിൽ ജീവിച്ചു, അവർക്ക് വലിയ കുഴപ്പമില്ല. ഇത് സിന്തറ്റിക്കായിട്ടുള്ള മരുന്ന്, അതായത് വിഷമാണ് നമ്മൾ കഴിക്കുന്നത് മുഴുക്കയും, കുടിക്കുന്നത് മുഴുക്കയും, ശ്വസിക്കുന്നത് മുഴുക്കയും. അപ്പോൾ ഇത് ജനസംഖ്യയുടെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് ഇത് പറയാനുള്ള ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തിനോട് സ്നേഹം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യക്കാരെ എടുക്കാം, ഇന്ത്യക്ക് സ്നേഹം ആർക്കും ഇരിക്കുന്നു? ആർക്കുമില്ല. പഞ്ചാബി, ബംഗാളി, ഗുജറാത്തി, മറാഠി, കാശ്മീർ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ത്യക്കാരും ഇല്ല. അതേസമയം ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പാർട്ടി ഏതായി കഴിഞ്ഞാൽ ചൈന നല്ലൊരു കാര്യം പിടിക്കും. ദ ഹോൾ ചൈന ഈസ് മൈ ഓൺ. ഈ ചൈന എൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഈ ചൈനയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ ചൈനയാണ് എൻ്റെ രാജ്യം, ചൈനയാണ് എൻ്റെ എല്ലാം. അവരിത് പറയാൻ കാര്യം നമ്മൾ പറയുന്നത് പോലെ ഈ വിപ്ലവം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ പട്ടിണിയാണ്. ചൈനയെ പട്ടിണി മരണം ഇല്ല, അമേരിക്കയെ പട്ടിണി മരണം ഉണ്ട്, എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഉണ്ട്. പിന്നെ ചൈന ന്യൂസ് വെളിയെ വിടുന്നില്ലെന്നുള്ളതായിരിക്കും. പക്ഷേ ഈ ന്യൂസ് എല്ലാം ഉണ്ട്. ഈ ന്യൂസ് ഈ കളക്ടേഴ്സ് അവർ മോശക്കാരൊന്നുമല്ല. അവർ ഈ കിമ്മിൻ്റെ വരെ, അതായത് ഈ നോർത്ത് കൊറിയ, അവിടെ ഒരു മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ തന്നെയും അവിടെയും പോയി നമ്മുടെ ആളുകൾ ചിത്രം എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പത്രക്കാർ പറയുന്നതിൽ ഒരു 90% വാസ്തവം തന്നെ അതിനകത്തുണ്ട്, അല്ല വെറുതെ ഉള്ളതല്ല. അതുകൊണ്ട് നമ്മളെ ഏറ്റവും ചെയ്യേണ്ടത് വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ഫുഡ് കൊടുക്കുക, ഈ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. ഇത്രയാണ് മെയിനായിട്ട് അവർ ചെയ്യേണ്ടത്.